എവിടെ പോയി കിടക്കാം? ഇവനൊക്കെ ഒരിടത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എങ്ങും വരത്തുമില്ല. ചുമ്മാ അതിനെ ഇത് തെക്കോട്ടും പടക്കോട്ടും നടക്കാല്ലാത്ത വേറെ ഒന്നും വരത്തില്ല. ജോസ്, ഡോക്ടർ നല്ല ശീലമല്ല. അങ്ങനെ ഞാൻ അശ്ലീലങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഒന്നും കാണിച്ചിട്ടില്ല. എന്റെ അടുത്ത് കാണിക്കരുത്. നിനക്കെന്നെ അറിയില്ല. മനസ്സിലായല്ലോ? ഞാൻ ആരാണെന്നറിയോ? ഇല്ല, അറിയില്ല. ഞാൻ മൂരിക്കാട് ജോസ്. പണ്ട് പന്തളത്ത് 1916 ഒരു 20 പേരുമായിട്ട് വെട്ടുണ്ടായി. പുറം മുഴുവൻ കുത്തി കെട്ടി അങ്ങ് വെച്ചിരിക്കുക. ഈ പള്ളയുടെ ഈ വശം ആ പോണ്ടിച്ചേരിട്ട് വെട്ടുക. കല പാണ്ടിക്കാര്. മനസ്സിലായല്ലോ? അതുകൊണ്ട് വലിയ അഭ്യാസവും പ്രകടനമൊന്നും വേണ്ട. പിന്നെ എന്താണ് കാര്യം? എന്താ ഇവിടെ എന്താണ് കാര്യം? കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു മറുക് പോലെ എന്തോ ഇങ്ങനെ കറുത്തിട്ട് വരുന്നു. കയ്യിൽ ഇവിടെ ഇത് രക്തം കട്ട പിടിച്ച് കിടക്കുന്നതല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സംഭവം കൊണ്ട് മാറാനുള്ള കേസ്. ആലീസേ. യെസ് ഡോക്ടർ. പ്ലീസ് കം. ആലീസ്. ഡോക്ടറെ, എന്താ ഒരു നേഴ്സോട് ഒരു ഞങ്ങള് വേറെ കാര്യം. ഞങ്ങള് വേണ്ട, എന്റെ വലിയ അഭ്യാസമൊന്നും വേണ്ട. മനസ്സിലായല്ലോ? എന്റെ ജീവിതത്തിൽ എന്റെ ഒരു ഉറുമ്പ് പോലും കഴിച്ചിട്ടില്ല. പിന്നെ ഇയാളാണ് ഇവിടത്തെ വലിയ ദാതയാണെന്ന് പറഞ്ഞ് വീമ്പിളക്കിയത്. അതല്ലല്ലോ, അങ്ങനെ എല്ലാ ദാതാക്കന്മാരും ഇച്ചിരി വീമ്പിളൊക്കെ ഇച്ചിരി കൂടുതലാ. പിന്നെ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല. അറിയാവോ? അരിച്ചൊരു കാര്യം ചെയ്യും, അകത്തേക്ക് ചെല്ലേ കേട്ടോ. എന്താണ് കാര്യം? എന്താ പൊട്ടാനാന്ന് മനസ്സിലായി. പാടും. പാട്ട് പാടിക്കേ, പാടിക്കേ. തന്റെ കാര്യം എന്താണ് തന്റെ കാര്യം? എന്താ പ്രശ്നം? എന്താണ് തന്റെ അസുഖം? എന്താണ്? അത് തന്നെ. രാവിലെ വയറാത്ത പ്രശ്നം. അങ്ങ് പോവാ ബുങ്കാര പോലെ. ഓ അത് ശരി. രാവിലെ ബാത്റൂമിൽ ബുങ്കാര. ഭയങ്കര പ്രശ്നം. ഒരു രാവിലെ എന്താ കഴിച്ചത്? രാവിലെ കഴിച്ചു. എന്താ കഴിച്ചത്? രാവിലെ കൊയ്ത്തോ നെല്ലിടിച്ച് വെള്ളം ഒഴിച്ചു. എടാ ഒന്ന് പാത്രന്ന് പറ, എന്നാ സാധനം എന്നാന്ന് പറയാ. അരി കേൾപ്പോഴും മനസ്സിലായി. അത് എന്താ ഭൂഖാരാര? പൊടി എടുത്ത് കൈ വെച്ചു വൃത്തികേട് കാണിക്കാന്ന് പറഞ്ഞില്ലേ? വൃത്തികേട് കാണിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്ത് കൈ വെച്ചു. എന്റെ ദൈവമേ, രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത്. അപ്പൊ ഇതന്നെ ഇവിടെ 2 പൊട്ടന്മാരാ.
ഇതിപ്പോ ആരാ ഡോക്ടറെന്ന് തിരിച്ചറിയണം. ഒരു പണി ഇവന്മാരുടെ ഭാഷയിൽ തന്നെ അങ്ങ് ചോദിക്കാം, അതാ നല്ലത്. അല്ലാതെ പറ്റിയ ആരാ ഇയാള് ചോദിക്കുന്ന ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന് തനിക്ക് വാ തുറന്ന് പറയാൻ പറ്റില്ല. താനാ ഇവിടുത്തെ ഡോക്ടർ? അജിത ജയമാ പാമ്പടിക്കൊണ്ട് ഈ കയ്യങ്ങളെ മാറ്റി വെക്കാം. ഒരു പേടിയില്ല, ഒരു സാധനത്തിന് ഇങ്ങനെ ഒന്ന് വലിച്ചു പോയല്ലോ ഈശ്വരാ. എന്റെ അച്ഛാ, ഈ പഴം ജ്യൂസ് റേഡിയോ മാറ്റി വെച്ചിട്ട് ടി വി മേടിച്ച് വെക്കാൻ പറ്റില്ല വീട്ടിൽ. റേഡിയോ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് തന്നെ നിന്റെ ഗതി ഇതാ. നമ്പൂതിരിയുടെ യാതൊരു ലക്ഷണവും. അപ്പൊ പിന്നെ ടി വി മേടിച്ചു വെച്ചാൽ എന്തായിരിക്കും ഉണ്ണിയെ നിന്റെ ഗതി? ഞാൻ നമ്പൂരിയൊന്നുമില്ല, പിന്നെ പ്രേമോ അല്ല നിനക്ക് ചിത്തഭ്രമം. അത് പാരമ്പര്യമായിട്ട് കിട്ടിയോ? അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി ശീലമുള്ളതാണെന്ന് അറിയാലോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കണ പോലെ തന്നെ അടിച്ചു തരാം. കേട്ടോളൂ, അപ്പൊ എഴുതി എടുത്തോളൂ. ഹെഡിങ് കല്യാണ മഹാമഹം. കല്യാണം ഹമാം ഹമാം. ഹമാം ഹമാം അല്ല മഹാമഹം. ഓ, കല്യാണം മഹാം മഹാം. അത് തന്നെ. ഭക്തജനങ്ങളെ, ഭക്തജനങ്ങളെയോ? ബന്ധുമിത്രാദികളെ പകരാണ്. ഭക്തജനങ്ങളെ 2 ദിന കാര്യപരിപാടികൾ. കാര്യപരിപാടി 2 ദിവസം ഉണ്ടല്ലോ, തലേന്നും പിറ്റേന്നും. അപ്പൊ അതിൽ ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറക് കീറൽ. ധനുരാശി വിറക് കീറുന്നതിനാ രാശി നോക്കുന്നേ? എല്ലാം അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം. അച്ഛന്റെ ഒരു കാര്യം. അതിനുശേഷം കലം കുട്ടളം വരവ്. കലം കുട്ടളമൊക്കെ ടാക്സി ഹൗസ് എടുത്തോണ്ട് വരണ്ടേ? റൂട്ടിലെടുത്തപ്പോ കലം കുട്ടളം വരവ്. അതിനുശേഷം മുഖ്യതന്ത്രിയെ ആനയിക്കൽ. മുഖ്യതന്ത്രിയോ? മുഖ്യതന്ത്രി എന്ന് പറഞ്ഞാൽ മുട്ടസാമ്പോരി ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചില്ലേ പാചകക്കാരൻ. ആനയിച്ചു കൊണ്ടുവരണ്ടേ തുറന്ന സാധനങ്ങളൊക്കെ കൊടുത്തിട്ട്. അതിനുശേഷം അയാളുടെ വേളാങ്കം കഴിഞ്ഞാല് ഉച്ചപൂജ. ഉച്ചപൂജ എന്ന് പറഞ്ഞാൽ നല്ല ഫുഡിങ്. തിരുമേനിമാര് വന്നിട്ട് തീറ്റ തിന്നല്ലോ. ഉച്ചതിന് ശേഷം വിശ്രമം കഴിഞ്ഞ് സന്ധ്യക്കാണ് കാര്യപരിപാടികൾ തുടങ്ങുന്നത്. സന്ധ്യക്ക് ആദ്യത്തെ പരിപാടി അത്താഴ പൂജ. അപ്പൊ എഴുതുക അത്താഴ പൂജ. അത്താഴ പൂജയോ? അത്താഴം കടിക്കണ്ടേ? അത്താഴ സദ്യ. അത്താഴ സദ്യ, അതാണ് അത്താഴ പൂജ. അതിനുശേഷം 9 മണിയോടുകൂടി മദ്യസേവ. മദ്യസേവ നിന്റെ കുറെ വഷളന്മാരായ കൂട്ടുകാർ വരും. അവർക്ക് ഓരോ അണീബി ഒപ്പിയാറൊക്കെ മേടിച്ച് മദ്യസേവ, നല്ല മദ്യസേവയായിട്ട് അവരടിച്ചു കൊടുക്കട്ടെ. അതിനുശേഷം 10 മണിക്ക് അഷ്ടമംഗല്യ പ്രശ്നം. അഷ്ടമംഗല്യ പ്രശ്നം നിന്റെ കൂട്ടുകാരല്ലേ, അവര് വെള്ളം അടിച്ചാൽ വെറുതെ ഇരിക്കോ? ഈ വെള്ളം അടിച്ച ശേഷം ഇവർ അപ്പുറത്തെ വീട്ടിൽ കപ്പ മാന്താൻ പോയി, അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി, സൈക്കിളിന്റെ കാറ്റഴിച്ചിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അഷ്ടമംഗല്യ പ്രശ്നം. പ്രശ്നം തീർക്കലേ പ്രശ്നങ്ങള്. അതിനുശേഷമാണ് 10:30 കൂടി ശുദ്ധി കലശം. ഇതുങ്ങളെയൊക്കെ ഒലക്കെടുത്തിട്ട് ഞാൻ ഓടിച്ചു വിടുന്ന ഒരു ബഹളമുണ്ട്. തറവാട്ടി പറഞ്ഞല്ലേ നമ്മള്, എന്റെ കൂട്ടുകാരല്ലോ. അപ്പൊ ഇതുങ്ങളൊക്കെ അങ്ങനെ 4 പാട് ഓടിച്ചു വിടുക. ശുദ്ധി കലശം. ശേഷം കാഴ്ച ശീവേലി. അതെന്തോ സാധനം? ഞാനൊരു ടോർച്ച് കേട്ട് ഇറങ്ങും. കിണറ്റിലോ കുളത്തിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഓരോ ചത്ത് ബോധം കെട്ട് കിടക്കണ്ടോ നോക്കണ്ടേ? ഇല്ല, എന്റെ കൂട്ടുകാരാ ടൈപ്പ് ഒന്നുമില്ല. അല്ല, പറയാൻ പറ്റില്ല, നീയേ ഈ ടൈപ്പാ. പിന്നെ കൂട്ടുകാർ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇവരെ ഓരോരുത്തരെ അങ്ങനെ ഒഴിവിട്ട് കഴിഞ്ഞാൽ 1-ാം ദിവസത്തെ പരിപാടികൾ സമാപ്തം. തീർന്നു. 2-ാം ദിവസം കല്യാണ ദിവസം. രാവിലെ 5:30 പള്ളി ഉണർത്തൽ. പള്ളി ഉണർത്തൽ അത് ഇവിടുത്തെ അതിന്റെ കാര്യമില്ലല്ലോ. നീ ചെറുതടിക്കില്ലേ തലേന്ന്? അടിക്കും, 2-3 അടിക്കും. അപ്പൊ നീ ബോധം കെട്ട് കിടക്കില്ലേ? രാവിലെ വെള്ളം കോരി എണീപ്പിക്കണ്ടേ? എണീപ്പിക്കണേനാണ് പള്ളി ഉണർത്തൽ. ഉണർത്തുന്നില്ല ഞാൻ. അതിനുശേഷം വേട്ടയ്ക്ക് പുറപ്പാട്. വേട്ടയ്ക്കോ? താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു പുറപ്പെടുന്നു. അതാണ് നമ്മുടെ വേട്ടയ്ക്ക് പുറപ്പാട്. അതിനുശേഷമാണ് താലികെട്ട് സപ്താഹം. താലികെട്ട് സപ്താഹം എഴുതുക. താലികെട്ട് സപ്താഹത്തിന് ശേഷം ഗംഭീര കാവടി വരവ്. കാവടിയോ? ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളിച്ചു എന്റെ അമ്മാവനാങ്ങളെ സാധനങ്ങൾ അവരുടെ സ്വർണം പണ്ടം കിട്ടിയാലായി നിനക്കല്ലേ. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനാണ് കാഴ്ചവരവ്. അപ്പോ അതിനുശേഷം താഴെ NB എന്ന് എഴുതുക. NB എന്ന് വെച്ചാ നമ്പൂതിരിക്ക് പറയാനുള്ളത്. നമ്പൂതിരിക്ക് പറയാനുള്ളത്. വീടിന്റെ നടക്കൽ പ്രസന്റേഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എന്റെ അച്ഛൻ അന്ന് എഴുതേണ്ട കാര്യമില്ല. ആൾക്കാർ വല്ല ക്ലോക്കോ വിളക്കോ തരട്ടെ, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. 50 രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല. അങ്ങനെയൊക്കെ എഴുതുന്ന നാണക്കേടാണെന്നേ. അച്ഛനൊരു 50 രൂപ കിട്ടണോണ്ട് ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാ മടിക്കാതെ അങ്ങോട്ട് എഴുതുക. രാത്രി 10 മണിക്ക് ശേഷം. ഉച്ചക്കാണ് എന്റെ കല്യാണം നടന്നത്. അതെ, ഇപ്പൊ രാത്രി 10 മണിയായില്ലേ? ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. നീ 10 മണിക്ക് ശേഷം എന്താ ഉണ്ണി കാട്ടാൻ പോണേ? വമ്പിച്ച കാര്യം.